ലോകത്തിന്റെ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ആരുടെയും മകനല്ല, എങ്ങനെയെങ്കിലും ജനിച്ചവനല്ല, ആരുടെയെങ്കിലും കടത്തിനോ അതുപോലെ തന്നെ സഹായങ്ങൾക്കോ ആവശ്യക്കാരനല്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എന്നാലോ എല്ലാ സൃഷ്ടികളും അവന്റെ ആശ്രയത്തിന് ആവശ്യക്കാരാണ്. ഒരു സൃഷ്ടി പോലും അല്ലാഹുവിൽ നിന്നുള്ള ആശ്രയമില്ലാതെ ജീവിക്കാൻ, നിലകൊള്ളാൻ ഒരു സൃഷ്ടിക്കും കഴിയുന്നതല്ല. അള്ളാഹു അതിനെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹു സമദ്, അല്ലാഹു സമദാകുന്നു. ലം യലിദ് വലം യൂലദ്. നമുക്കറിയാം എത്രയെത്ര മതങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ട് എന്ന് വാദിക്കുന്ന മതങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മകനുണ്ട് എന്ന് വാദിക്കുകയും ആ മകനെ ദൈവമാക്കുകയും ചെയ്ത ആളുകളാണ് അവർ. അതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ എന്നവർ വാദിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ട് പറഞ്ഞു ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചുണ്ടായവനല്ല, ജനിപ്പിക്കപ്പെട്ടവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ദിവസത്തിൽ ജനിച്ചുണ്ടായവനല്ല. അതുപോലെ തന്നെ വലം യൂലദ്, അവൻ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. ഏതെങ്കിലും ഒരാളുടെ മകനായി അങ്ങനെയായിരുന്നെങ്കിൽ ലോകമുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൂറത്തു ഇഖ്ലാസിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അടുത്തതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി, അവന് പേരൊത്ത, അവന് ഏതെങ്കിലും നിലക്കൊക്കുന്ന ഒരാളും തന്നെയില്ല, ഒന്നും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒന്നും തന്നെയില്ലെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല.